ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതികളായ വിനീത, രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഒരു വർഷത്തിനിടെ 69 ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയിലാണ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വിശദാംശങ്ങൾ എന്തൊക്കെ? കവടിയാറിലെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ QR കോഡ് മാറ്റി തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു പരാതി. 3 പേരെ പ്രതികളാക്കിയായിരുന്നു പോലീസ് കേസെടുത്തത്. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. 2 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇന്ന് തള്ളിയിട്ടുള്ളത്. ഇവർക്ക് കൃത്യമായ തട്ടിപ്പ് ഇവർ നടത്തി എന്ന പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. ഷബ്ന, അതുപോലെ കേസിലെ മറ്റു തുടർ നടപടികൾ എത്തരത്തിലാണ്? അന്വേഷണം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. എന്നാൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന സാഹചര്യത്തിൽ പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. ഇനിയിപ്പോൾ പോലീസിന് മുന്നിൽ അത്തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാനാകും. ഏതായാലും കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഷബ്ന സിയാദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.